എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പഴുത്ത മാങ്ങ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കേസരിയുടെ റെസിപ്പിയാണ്. ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആണല്ലോ, അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ അത് കഴിക്കാൻ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും കൂടി ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂനട്ടും കിസ്മിസും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. ഇനി അതിൽ ബാക്കി കുറച്ച് നെയ്യുണ്ട്. അതിലേക്ക് 1 കപ്പ് റവയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അതിൻ്റെ കളറൊന്നും മാറാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതാ ഏകദേശം ഇത് റവയൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വെള്ളത്തിന് പകരം പാൽ ചേർക്കണമെങ്കിൽ പാലും ചേർക്കാം. നമ്മൾ റവ ഏത് കപ്പ് കൊണ്ടാണോ എടുത്തത് അതേ കപ്പ് കൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ വെള്ളം എടുത്തിരിക്കുന്നത്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അടച്ച് വയ്ക്കൊന്നും വേണ്ട, അല്ലാതെ തന്നെ നമുക്കിത് പെട്ടെന്ന് കുക്കായി കിട്ടും. ഇപ്പോൾ ഇത് ഏകദേശം ഇതിൽ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും കേട്ടോ. ഇപ്പോൾ റവ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. നമ്മൾ മാങ്ങയാണ് അരച്ച് ചേർക്കുന്നത്, അപ്പോൾ മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്താൽ മതി. ഇപ്പോൾ ഞാൻ 1/2 കപ്പാണ് ചേർത്തിരിക്കുന്നത്. നമ്മൾ ചേർത്ത പഞ്ചസാരയൊക്കെ ഒന്ന് മെൽട്ടായി വന്നിട്ടാണ് ഞാൻ മാങ്ങ അരച്ചത് ചേർക്കുന്നത്. നിങ്ങൾക്ക് പഞ്ചസാരയും മാങ്ങ അരച്ചതും കൂടി ഒരുമിച്ച് ചേർക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. ഞാനിപ്പോൾ അതാ ഇങ്ങനെ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ മെൽട്ടായി വന്നു. ഇനി ഇതിലേക്ക് നമ്മൾ റവ എടുത്തിട്ടുള്ള അതേ കപ്പ് കൊണ്ട് തന്നെ 1 കപ്പ് മാങ്ങയുടെ പൾപ്പും കൂടിയിട്ട് നന്നായിട്ട് മിക്സായി കിട്ടണം. അല്ലെങ്കിൽ ഇത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കട്ട പിടിച്ച പോലെ കിടക്കും. അത് നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് രണ്ടും നന്നായി മിക്സായി കിട്ടി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും കിസ്മിസും കൂടിയിട്ട് ചേർക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് ഈ ഫ്രൈ പാനിൽ വിട്ട് വരുന്നത് വരെ നമുക്കിത് ഇളക്കിയെടുക്കണം. ഇപ്പോൾ ഇത് ഏകദേശം ഫ്രൈ പാനിൽ വിട്ട് വന്ന് തുടങ്ങി. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. എന്നിട്ട് മിക്സ് ചെയ്യുക. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിതൊക്കെ ചെയ്തെടുക്കാൻ. ഇനിയിപ്പോൾ ഇത് എല്ലാം കൂടിയിട്ട് ഒന്നിച്ച് ചേർന്ന് വരും. ആ സമയത്ത് നമുക്കിത് ഫ്രൈ പാനിൽ നിന്ന് മാറ്റിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബൗൾ എടുക്കുമ്പോൾ ആ ബൗളിലേക്ക് കുറച്ച് നെയ്യ് പുരട്ടണം. എന്നിട്ട് വേണം നമുക്ക് ഇതുപോലെ വെക്കാൻ. എന്നാലാണ് ആ ബൗളിൽ നിന്ന് അത് വിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതാ നല്ല ടേസ്റ്റുള്ള മാംഗോ കേസരി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ മക്കൾക്ക് വെക്കേഷനല്ലേ, അപ്പോൾ ഇതൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.